ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് 2 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുന്ന വീഡിയോ കേട്ടോ. അതായത് ബുധനാഴ്ച വൈകുന്നേരം, വ്യാഴാഴ്ച ഉള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം കൊള്ളിക്കറിയാക്കി ചായ കുടിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം അധികം ടി വിയിൽ ഭക്തിഗാനങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വെച്ചപ്പോൾ സമയം വൈകിപ്പോയി, അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്പൂനും ഡാൻസ് കളിക്കാൻ ഇഷ്ടം, എനിക്കും ഡാൻസ് കളിക്കാൻ ഇഷ്ടം. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. പിന്നെ അപ്പം മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവനൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടാറുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്ന് റിലീഫാവും. എന്താ വെച്ചാൽ പിള്ളേരുടെ കൂടെയല്ല ഇങ്ങനെ കളിക്കുമ്പം എപ്പോഴൊന്നും ഇല്ല, എൻ്റെ മൂഡ് എങ്ങനെ ഉണ്ടാവോ അതനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് അവൻ്റെയൊക്കെ കളിക്കാൻ കൂടിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ കുരുത്തക്കേടെല്ലാം കാണിക്കുന്നുണ്ടാടാ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് അവൻ്റെ തന്നെ ഒറ്റയ്ക്കുള്ളൊരു ഐറ്റം വരുന്നുണ്ട്. ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ തുടങ്ങി. കിടന്നു കേട്ടോ. അപ്പോൾ 11:53 10:83 അതായത് 11 മണി ആവാനായി. അപ്പോഴാണ് പെട്ടെന്നൊരു പായസം കൊതി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന കുറച്ച് സേമിയൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പാലും കൂടെ ഒഴിച്ച് ഞാനൊരു തട്ടിക്കൂട്ട് പായസം റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പായസമൊക്കെ റെഡിയാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം 11 മണിക്കൊരു പായസം കൂടി. അപ്പോൾ എല്ലാവരും കിടന്നവരെല്ലാം പായസം എന്ന് പറയുമ്പോഴത്തേക്ക് എണീച്ച് ചാടി പാഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോൻ കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു. ഞാൻ എല്ലാവർക്കും പായസം കൊടുത്തു. ഗിരീഷേട്ടനും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേരിങ്ങനെ കണ്ണ് ചിമ്മി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ പായസമൊക്കെ കുടിച്ചു. ഷിറ്റുവിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പം ഞാനും ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് ഒരു 11:30 12 മണിയൊക്കെ ആയി കിടക്കുമ്പോൾ. പിന്നെ പിള്ളേർ ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ചതുകൊണ്ട് പിന്നെ 11:30 ആയി കിടക്കുമ്പോൾ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ ദോശയും കടലക്കറിയുമായിരുന്നു ചായക്ക് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, ആ വെള്ളക്കടലക്കറിയും നമ്മുടെ ദോശ ഉണ്ടല്ലോ, രാവിലത്തെ നീർദോശ, ആ ദോശയായിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഈ കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ദോശ എനിക്ക് അത്ര വലിയ ഇഷ്ടമാണ്. എനിക്ക് ഉഴുന്നുകൂട്ടിയതിനോടൊക്കെ താല്പര്യം. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ മതിലിൻ്റെ സൈഡിൽ ഈ ഇവനെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വന്ന് എപ്പോഴും അവിടെ ഇരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആ ഭാഗത്ത് കുറേ മയിലുണ്ടാവും. അപ്പോൾ ഇവൻ കുറച്ച് സമയം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ കുറച്ച് ഡ്രസ്സ് 2 അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി അവൻ അതിൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ അതിന് ഉമ്മ കൊടുക്കാൻ പോയതായിട്ട് അത് ചവിട്ടി ഇങ്ങനെ. എന്നിട്ട് അവൻ അതിനെ വിടുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ. അപ്പം അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ വളർത്തുമൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവൻ അതിൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കഴിക്കുന്നില്ല. അതും ചെറുത് തന്നെയാണ്. അപ്പോൾ ഇവനെ കണ്ടിട്ടാകുമ്പോൾ അതിനൊരു കളി തന്നെയായി. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒരു ചെടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്. നമ്മൾ ഒന്ന് പൊയിനാച്ചേരി പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പിരികം റെഡിയാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊയിനാച്ചിക്ക് പോകുന്ന വഴിക്ക് ഗീഷൻ്റെ ഏട്ടൻ വണ്ടിയിൽ കയറി. അവർക്ക് പൊയിനാച്ചി പച്ചക്കറി ഷോപ്പാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ എത്തിയിട്ടാണ്. ഞാൻ എപ്പോഴും ഇവിടെയാണ് വരാറുള്ളത്. ഞാൻ ത്രെഡ് ചെയ്യാൻ മാത്രമേ പോകാറില്ലൂ. അപ്പോൾ പിന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ പണിയെടുക്കുമായിരുന്നു. അന്ന് ഈ കട ഇത്ര വലുതില്ലായിരുന്നു, ചെറുതായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ പണിയെടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൂട്ടിയിട്ടത്. പക്ഷേ വേറൊരു റൂമിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബോർഡ് ഇവിടെ ആൾക്കാർ വന്നിട്ട് പലരും മടങ്ങി പോവായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ത്രെഡൊക്കെ ചെയ്തു. നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ മദീന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വിജയേട്ടൻ്റെ ഹോട്ടലാട്ടോ, അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഹോട്ടലിൽ കയറി നോക്കുമ്പോണ്ടല്ലോ ചില്ലിൻ്റെ ഉള്ളിൽ എല്ലാ പലഹാരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് ഞാൻ ദോശയും സാദാ ദോശ ഉണ്ടല്ലോ, നമ്മൾ സാദാ ദോശയും പിന്നെ ഗിരീഷേട്ടൻ ഇത് നമ്മുടെ ഉള്ളി വജ ഉണ്ടല്ലോ അതും 2 ചായയും പറഞ്ഞു. അപ്പോൾ അമ്പൂന് വേണ്ടെന്ന് പറഞ്ഞു. അമ്പൂന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശ കഴിച്ചു. എനിക്ക് ഉഴുന്നോട്ട് ദോശ പണ്ടേ ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്കിത് കഴിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് സാമ്പാറും ചമ്മന്തിയും
ദോശ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 ദോശ കഴിച്ചു. പിന്നെ ചായ നല്ല ചായയായിരുന്നു കേട്ടോ, നല്ല കടുപ്പമൊക്കെയുള്ള നല്ല അടിപൊളി ചായയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബായ്.